കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നീ നെഞ്ചുറപ്പുള്ള ആണിന്റെ ഒരടി താങ്ങാനുള്ള കേൾപ്പില്ല നിനക്ക്. നീ എന്താ കരുതിയത്? കൈയും വായും വലിച്ചു കെട്ടി തൃച്ചംബരത്തെ വാട്ടർ ടാങ്കിൽ കല്യാണിയെ മുക്കിയ അവൾ അതിനകത്ത് കിടന്ന് മരിക്കുമെന്നോ? ആ മരണത്തിന്റെ ഉത്തരവാദിത്വം തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെയും കുടുംബത്തിന്റെയും തലയിൽ കെട്ടിവെച്ച് ഞങ്ങളെയൊക്കെ ജയിലിൽ അടയ്ക്കാമെന്നോ? തെറ്റിപ്പോയി നിനക്ക്. വക്രബുദ്ധിയിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച അതിൽ കുടുങ്ങുന്നവരല്ല തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയും ആ രക്തത്തിൽ പിറന്ന ആൺമക്കളും. എടി, വെല്ലുവിളിക്കുമ്പോൾ അത് തോൽക്കാൻ മനസ്സിലാത്തവരോടാവരുത്. വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് തന്നെ നിന്നെ പട്ടടയിലേക്ക് എടുക്കേണ്ടി വരുമായിരുന്നു. നാഗമടത്തുകാർക്ക് ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മതി, നിർത്തിക്കൊള്ളണം. വേണമെങ്കിൽ ഈ നിമിഷം നിന്നെ എനിക്ക് ജയിലിലാക്കാം, കല്യാണിയുടെ മൊഴി ഉൾപ്പെടെ എല്ലാ തെളിവുകളോടും കൂടി. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം നമ്മൾ ഇതുവരെ പരസ്പരം കളിച്ച എല്ലാ കളിയും നിയമത്തിന്റെ വെളിപ്പുറത്ത് വെച്ചായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ മതി. അതുകൊണ്ട് നീ ഈ ചെയ്ത ചെറ്റത്തരത്തിനുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിക്കുക. ഇന്നു മുതൽ എണ്ണി ഒരാഴ്ച സമയം നിനക്ക് തരും. അതിനു മുമ്പ് കൂടും കുടുക്കെടുത്ത് ഈ നാട് വിട്ട് പോയിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ച നീയെന്ന മാരണം പിന്നെ ഈ ഭൂലോകത്തുണ്ടാവില്ല. ഇത് നിനക്കുള്ള വെറും മുന്നറിയിപ്പല്ല, ക്ഷത്രിയ രക്തമാണ് ശരീരത്തിൽ ഒഴുകുന്നെന്ന് സ്വയം കൊട്ടിഘോഷിക്കുന്ന പ്രിയങ്ക വർമ്മയ്ക്കുള്ള എന്റെ കൽപ്പനയാണ്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത പുത്രൻ ആനന്ദകൃഷ്ണൻ നൽകുന്ന കൽപ്പന നിന്നെ നാട് കടത്താനുള്ള തൃച്ചംബരത്തെ തിട്ടൂര. അത് ലംഘിച്ച ഇനി ശിക്ഷ വെറും തൂക്കിക്കൊലയല്ല, ചിത്രവധവാ. ചിത്രവധം. Better you mind it. ഡോക്ടർ, എന്റെ മോൾക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല. ഷീസ് ഓൾ റൈറ്റ്. ഇനി കാണാനുള്ളവർക്ക് ചെന്ന് കാണാം. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. ഇനി പേടിക്കാനൊന്നുമില്ല മാഡം. ഷീസ് ഓൾ റൈറ്റ്. കുറച്ച് ക്ഷീണം കാണും, അത് റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. സേവരേട്ടാ, ഡോക്ടർ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണം. ശരി സാർ. ഇപ്പൊ എങ്ങനെയുണ്ട് കല്യാണി? കുഴപ്പമൊന്നുമില്ല മാഡം. നിനക്കൊന്നും സംഭവിക്കില്ല കല്യാണി.
എനിക്കറിയാം മാഡം. എന്റെ മാഡം എനിക്ക് തന്ന വരം നിറവേറുന്നതുവരെ എനിക്കൊന്നും സംഭവിക്കില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ അമ്മയുടെ വരം നിറവേറ്റാനാവില്ലെന്നുള്ള അർത്ഥത്തിലായിരിക്കും ആനന്ദ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ അത് ഉറപ്പായി എനിക്ക്. എല്ലാം മാറിയില്ലേ കല്യാണി? ആ പ്രിയങ്കയുടെ വേണ്ട, ഒന്നും ഓർക്കണ്ട. നടന്നതെല്ലാം ഞാൻ അറിഞ്ഞു. കല്യാണിക്കൊരു ആപത്ത് വന്നെന്ന് അറിഞ്ഞപ്പോഴേ പാവം ചന്ദ്രൻ അവൻ എന്ത് വിഷമായിന്നോ. ഇന്നലെ മുതൽ ഇവനൊന്നും കഴിച്ചിട്ടേ ഇല്ല. ഇല്ലടാ? ചേച്ചി ഒന്നുമില്ല നീങ്കുട്ടാ. ദാസേട്ടാ, മാഡം. കല്യാണി ഔട്ട് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടു വെക്കോ. അവള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ശരി മാഡം. ചെല്ലു മോളെ. വാ മോളെ. പതുക്കെ. എന്താ മോളെ, നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛാ. ചെറിയൊരു വേദനയുണ്ട്. അത് റെസ്റ്റ് എടുത്താൽ മാറുന്ന ഡോക്ടർ പറഞ്ഞത്. ദൈവം കാത്തു. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാനിരുന്നതാ. ബ്രോ ഇതിന്റെ ഇടയ്ക്ക് എവിടെ പോയേ? പറയാം. കല്യാണിക്കിപ്പോ എങ്ങനെയുണ്ട്? ബോധമൊക്കെ തെളിഞ്ഞു. പേടിക്കാനൊന്നുമില്ല. ശരി, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ബ്രോ, കല്യാണി ഇവിടെ അല്ലേ ബ്രോ? ഔട്ട് ഹൗസിലേക്ക് പോയി. ആ, അപ്പൊ ഞാൻ ഔട്ട് ഹൗസിൽ പോയി അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ആനന്ദ്, എന്താ അമ്മേ? നീ എവിടെയായിരുന്നു? ഞാൻ പ്രിയങ്കയെ ഒന്ന് കാണാൻ പോയതാ. കണ്ടു. ഒരാഴ്ച സമയം തരും. അതിനു മുമ്പ് ഈ നാട് വിട്ട് പൊയ്ക്കോളണമെന്ന് വാണിംഗ് കൊടുത്തു അവൾക്ക്. നന്നായി. അവൾ ഒരിക്കലും നന്നാവുന്ന ഒരു ജന്മം അല്ല. നാട് കടത്തണം അവളെ. വെറുതെ നാട് കടത്തിയാ പോരാ. അവള് പെണ്ണാണെന്ന് പോലും നോക്കാതെ അവളെ കയ്യും കാലും വെട്ടിയെടുക്കണം. വീൽ ചെയറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവള് ചെയ്ത പാപങ്ങളെ കുറിച്ച് അവൾ ഓർക്കൂ. അതെ അതെ, കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് തന്നെയായിരുന്നു അവളുടെ അവസ്ഥ. ആനന്ദ്, നീ ഏതായാലും ആ സമയത്ത് വാട്ടർ ടാങ്കിൽ പോയി നോക്കിയില്ലായിരുന്നെങ്കിൽ കല്യാണിയെ രക്ഷപ്പെടുത്താൻ കഴിയാതെ വന്നേനെ. നീ രക്ഷിച്ചത് കല്യാണിയുടെ ജീവിതം മാത്രമല്ല, എന്റെ ജീവിതം കൂടിയാ. കല്യാണിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ അവൾക്ക് കൊടുത്ത വരം പാലിക്കാനാവാതെ എനിക്ക് മരണത്തിലേക്ക് സ്വയം ഇറങ്ങിത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഉറപ്പായിട്ടും അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ലായിരുന്നു. ആത്മഹത്യ ചെയ്തേനെ. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? അമ്മയുടെ വാക്കുകൾ പോലും വരമായി കരുതുന്ന ഈ ഞാൻ അമ്മ കൊടുത്ത വരം സാധിച്ചു തരാതിരിക്കും തോന്നുന്നുണ്ടോ? അറിയാം മോനെ, അറിയാം. എന്നാലും കല്യാണിക്ക് ഞാൻ കൊടുത്ത വരം പാലിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. ആ സമയത്ത് ബോധം വീണ് കിട്ടിയ ഉടനെ കല്യാണി എന്താ പറഞ്ഞെന്ന് അറിയാമോ നിനക്ക്? അവളും ചന്ദ്രപ്രതാപുമായിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാനൊരു വരം കൊടുത്തില്ലേ? ആ വരം നിറവേറുന്നതുവരെ ഈ കല്യാണിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന്. ഇപ്പൊ അത് നടത്തിക്കൊടുക്കാൻ നീയും എനിക്ക് ധൈര്യം തന്നിരിക്കുക. എനിക്കിത് മതി ആനന്ദ്. ബ്രോ, ബോധം വന്നിട്ട് കല്യാണി കാണണമെന്ന് പറഞ്ഞില്ലേ? വാ, നമുക്കൊന്ന് പോയി കണ്ടാലോ.
അമ്മ ഞങ്ങൾ കല്യാണം കണ്ടിട്ട് വരെ. വാ ബ്രോ. വേണമെന്നില്ല. പിന്നെ ആവട്ടെ. സുബർണ വാ. ശരി. കല്യാണി കണ്ണു തുറക്ക്. നിന്റെ വലിയ കുഞ്ഞെ വിളിക്കുന്നു. കല്യാണി, കല്യാണി, നീ ഇല്ലാത്ത ഈ ലോകത്ത് ഞാനും ഉണ്ടാവില്ല. മോളെ, ദൈ ചൂട് കാപ്പിയും കുടിക്കേ. ചെറിയ എരിവും കാണും, സാരമില്ല. നീരിളക്കം വരാതിരിക്കാനാ. അച്ഛനൊരു കാര്യം ചോദിച്ചാ മോള് സത്യമായിട്ട് പറയൂ. നിനക്ക് തോന്നുന്നുണ്ടോ ഈ അച്ഛൻ നിന്റെ ശത്രുവാണെന്ന്? അല്ല, ഞാൻ നിന്നെ ഒരുപാട് ശകാരിച്ചിട്ടുണ്ട്, ഒരുപാട് ശപിച്ചിട്ടുണ്ട്, ഉപദ്രവിക്കുക അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. ഏയ് അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അല്ലേ? ശരി, ഞാനത് വിശ്വസിക്കുന്നു. അപ്പോഴൊരു ചോദ്യം. ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകരുതെന്ന് അച്ഛൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത്? പിന്നെ എന്തിനാ മോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടാതെ വന്നപ്പോഴാ പ്രാർത്ഥിക്കാനും വട്ടത്തിൽ പൂവിട്ട് നോക്കാനും അമ്പലത്തിൽ പോയത്. സത്യമായിട്ടും ആ ഫോട്ടോ മാറിയതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല അച്ഛാ. അറിയാം, അച്ഛനെല്ലാം അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാ അച്ഛൻ ആ കല്യാണ കാർഡ് തീയിട്ടതും നിന്നോട് പരുഷമായി പെരുമാറിയത്. അതെല്ലാം എൻ്റെ മോൾക്കൊരു നല്ല നിലയുണ്ടായി കാണാനാ. നോക്ക്, എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. പക്ഷേ പെൺകുട്ടികൾ ജനിക്കുമ്പോൾ അമ്മമാരെക്കാൾ കൂടുതൽ സന്തോഷം അച്ഛന്മാർക്കാ. കാണുന്നതെല്ലാം എൻ്റെ പൊന്നുമോൾക്ക് എന്നും പറഞ്ഞ് വാങ്ങിച്ചു കൂട്ടും അച്ഛൻ. അവൾക്ക് കരി എഴുതി കൊടുത്ത് നല്ല നല്ല ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുത്ത് അവളെ ഒരു രാജകുമാരിയെ പോലെ വളർത്താൻ നോക്കും. സ്വന്തം മോൻ്റെ കാലിലൊരു മുള്ളുകൊണ്ട അവനൊരു ആൺകുട്ടിയല്ലേ, സഹിക്കാൻ പഠിക്കണമെന്നേ ഒരച്ഛൻ വിചാരിക്കും. പക്ഷെ അത് മകൾക്കാണെങ്കിൽ അയ്യോ എൻ്റെ പാവം മോൾക്കത് പറ്റിയല്ലോ എന്ന് കരുതി തളർന്നു പോകും ഓരോ അച്ഛൻ. തിരിച്ച് ഒരു പ്രായം വരെ മകൾക്കും അച്ഛനോടായിരിക്കും ഇഷ്ടം കൂടുതൽ. പക്ഷേ മകൾ വളരുമ്പോൾ അച്ഛൻ കർക്കശക്കാരനാകും. അപ്പോഴാ മകൾ അച്ഛനെ വെറുത്തു തുടങ്ങുന്നത്. ഈ സമൂഹത്തെ ഭയന്നാണ് സ്വന്തം അച്ഛൻ കർക്കശക്കാരനാകുന്നതെന്ന് മകൾ മനസ്സിലാക്കാൻ ഒരുപാട് കാലെടുക്കും, ഒരുപാട് കാലം. അതുവരെ മുതിർന്ന പല പെൺകുട്ടികൾക്കും തോന്നുന്നത് അച്ഛനൊരു ശത്രുവാണെന്ന്. പക്ഷേ ഓരോ അച്ഛനും മോളെ ശകാരിക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മറ്റാരും അവളെ ശകാരിക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാ. അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും. ഒരച്ഛനോളം പെണ്ണിനെ നെഞ്ചിലേറ്റാൻ മറ്റൊരാൾക്കും കഴിയില്ല മോളെ. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നിരിക്കണ്ട. വലിയ കുഞ്ഞിന് മോളുടെ മനസ്സിലുള്ള സ്ഥാനം എന്താന്ന് ഈ അച്ഛനറിയാം. പക്ഷേ ആ മോഹം വളർത്തി വളർത്തി അവസാനം നടക്കാതെ വരുമ്പോ പ്രാന്താശുപത്രിയുടെ മൂലയിൽ കുഞ്ഞു പിടിച്ചിരിക്കുന്നത് കൂടി കാണാനുള്ള മനസ്സുറപ്പില്ലാഞ്ഞിട്ടാ. നീ ഇത് മനസ്സിലാക്കണം. നീ മാത്രമേ അത് മനസ്സിലാക്കൂ. കാരണം അനിയൻകൂട്ടം കഴിഞ്ഞ ഈ ലോകത്ത് ഇപ്പം അച്ഛനുള്ള ഒരേ ഒരു തുണ നീ മാത്രമാണ്. ഇനിയെങ്കിലും നീ എന്നെ ശത്രുവായിട്ട് കാണരുത്, അത്രമാത്രം.
എന്താ പറഞ്ഞെന്ന് അറിയാമോ നിനക്ക്? അവളും ചന്ദ്രപ്രതാപുമായിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാനൊരു വരം കൊടുത്തില്ലേ? ആ വരം നിറവേറുന്നതുവരെ ഈ കല്യാണിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന്. ബ്രോ, സങ്കടപ്പെടല്ലേ പ്ലീസ്. ഈ കണ്ണ് നിറഞ്ഞാൽ താങ്ങാനുള്ള ശക്തി എനിക്കില്ല ബ്രോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ബ്രോയുടെ കണ്ണ് നിറയാൻ പാടില്ല, സമ്മതിക്കില്ല ഞാൻ. അല്ലെങ്കിൽ തന്നെ നിന്നോട് കല്യാണി പോയി കാണാൻ പറഞ്ഞല്ലേ? അതിന് പോലും പോകാതെ ഇവിടെ ഒന്നിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? ഇതൊക്കെ ഭയങ്കര ബോറ ഏർപ്പാടാ. അതെ, ബോറാണ്. എന്റെ ഈ ഇരിപ്പല്ല. ഞാൻ അവളെ കാണാൻ പോയിരുന്നെങ്കിൽ അതാവുമായിരുന്നു പരമബോറ്. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഞാൻ പോയി അവളെ കാണുന്നത്? ബോധം തിരിച്ചു വന്ന ഉടനെ മാഡം എനിക്ക് തന്ന വരം നിറവേറുന്നത് വരെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ കല്യാണിയെ ഞാൻ പോയി കാണുന്ന എന്തിനാ? അതിലെന്താ അർത്ഥം? കല്യാണിക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിലെ ഉണ്ടാവുമായിരുന്നില്ലെന്ന് അമ്മ പറഞ്ഞത്. ഞാൻ രക്ഷിച്ചത് കല്യാണിയുടെ ജീവൻ മാത്രമല്ല, അമ്മയുടെ ജീവിതം കൂടിയാ. ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. അനിയൻകുട്ടാ, അനിയൻകുട്ടാ. ആഹാ, നീ ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? വാ, ആഹാരം കഴിക്കാം. എനിക്ക് വിശപ്പൊന്നുമില്ല. എന്താ അനിയൻകുട്ടാ ഇത്? ചേച്ചിക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കണേ? വാ, വന്ന് ആഹാരം കഴിക്കേ. ചേച്ചിക്കൊരു കുഴപ്പമില്ല, എനിക്കറിയാത്. പക്ഷെ വല്യൂഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ എനിക്ക് പേടി തോന്നുന്നത്, വിഷമവും. എന്തൊക്കെയാ നീ പറയണേ? വല്യൂഞ്ഞിന് എന്ത് പറ്റിയെന്നാ? എന്ത് പറ്റിയെന്നോ? ചേച്ചിയെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ വല്യൂഞ്ഞ് ആകെ തളർന്നു പോയി. എന്നെക്കാളും അച്ഛനെക്കാളും ഇവിടെയുള്ള ആരെക്കാളും സങ്കടം വല്യൂഞ്ഞിനായിരുന്നു. അതറിയാമോ ചേച്ചിക്ക്? നാട് മുഴുവൻ തേടി അലഞ്ഞിട്ട് ചേച്ചിയെ കണ്ടെത്താനാകാതെ വല്യൂഞ്ഞി തിരിച്ചു വന്നപ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് കാണണമായിരുന്നു ചേച്ചി. ആകെ തളർന്നൊരു ഭ്രാന്തനെ പോലെ കഷ്ടം തോന്നി. അല്ലെങ്കിൽ തന്നെ ജീവൻ തിരിച്ചു കിട്ടിയപ്പോ ചേച്ചി നന്ദിയോടല്ലേ ഈ കാണിക്കുന്നത്? ആ വാട്ടർ ടാങ്കില് വെള്ളത്തിൽ കിടന്ന് മരിക്കാതെ ചേച്ചിയെ രക്ഷിച്ചോട്ട് വന്നിട്ട് കണ്ണു തുറക്ക് കല്യാണി, നീ ഇല്ലെങ്കിൽ ഞാനും ജീവനോടില്ലെന്ന് വല്യൂഞ്ഞി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. പക്ഷെ ചേച്ചിക്ക് ബോധം വീണപ്പോ അഖിലമ്മേടത്തോട് ചേച്ചി എന്താ പറഞ്ഞത്? സ്വന്തം കല്യാണം നടക്കുന്നവരെ എനിക്കൊന്നും പറ്റില്ലെന്നല്ലേ? കഷ്ടം. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ ആയിപ്പോയെ? ആ പാവം വല്യൂങ്ങിനെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിരുന്നെങ്കിൽ ചേച്ചി എങ്ങനെ പറയുമായിരുന്നോ? ചേച്ചി